ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കൗതുക കാഴ്ച കാണാം കേട്ടോ. നമ്മുടെ ബാബുക്കയും റസാക്കൊക്കെയും കൂടി സ്ഥിരം ഈ ലൈനിൽ മീൻ കച്ചവടം ചെയ്യുമ്പോൾ ഒരു പരുന്ത് ഇവരെ നിന്ന് മീൻ പറന്ന് കൊത്തിക്കൊണ്ടുപോകും. അത് ഇവർ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. വായുവിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരുന്ത് റാഞ്ചി കൊണ്ടുപോകും. ഇതാട്ടോ ആ സീൻ കാണാം നമുക്ക്. മീൻ എറിഞ്ഞിട്ട് കൊടുത്തു, പരുന്ത് റാഞ്ചി കൊണ്ടുപോകണു. ഇത് നിലത്തിട്ട് കൊടുക്കുമ്പോൾ കാക്കകൾ ഭയങ്കര ശല്യത്ര പരുന്തിനെ കൊത്തി ഓടിക്കുക. ആ പരുന്ത് മീൻ കൊണ്ടുപോയി പിന്നാലെ കാക്ക പോയി. ഇതാ ഇവിടെ മീൻ എറിഞ്ഞിട്ട് കൊടുത്തപ്പോൾ മീൻ നിലത്ത് വീണു. അത് വീണ്ടും ആ പരുന്ത് റാഞ്ചി കൊണ്ടുപോയി രണ്ട് കാക്കകൾ ആ പരുന്തിനെ ശല്യം ചെയ്യാൻ നടക്കണേ. അത് നമ്മുടെ ബാബുക്കയും റസാക്കൊക്കെയും കൂടി സ്ഥിരം ഈ പരുന്തിന് ഇതാ എറിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അത് ആ പരുന്ത് റാഞ്ചി കൊണ്ടുപോയി നിലത്തിടാൻ കാക്ക സമ്മതിക്കില്ല, പിന്നാലെ ചെന്ന് പരുന്തിനെ കൊത്തും കാക്ക. ഇവർക്ക് പരുന്ത് മാത്രമല്ല കേട്ടോ, ധാരാളം പൂച്ചകളുണ്ട്. ഓരോ സ്റ്റോപ്പിലും ബസ്സിൽ ആൾ കയറാൻ കാത്തുക്കണ മാതിരി മീൻ വണ്ടി വരുമ്പോൾ മീൻ വാങ്ങിക്കുന്ന ആളുകളെക്കാട്ടി കൂടുതൽ പൂച്ചയാണ് കാത്തു നിൽക്കണത്. ഒരു കൂട്ടം പൂച്ചകൾ ഇത് ഒരു സ്റ്റോപ്പിലാണ്. അങ്ങനെ എവിടെ വണ്ടി നിർത്തിയാലും അവിടെ 2, 3, 4, 5, 10 പൂച്ചകളുണ്ടാവും. ശരിക്കും ഒരു അര ബോക്സ് മീൻ ശരിക്കും ഇവർ ഒരു ദിവസം കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പരുന്തിനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റസാക്കയും ബാബുക്കയും കൂടെയാണ് സ്ഥിരം ഈ ലൈനിൽ. ഇവരെ കാത്തിട്ട് ഒരുപാട് പൂച്ചയും നായയും പരുന്തും കാക്കയൊക്കെ ഉണ്ട്. ഇവരുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ. ഈ കാണുന്ന പൂച്ചകളൊക്കെ ഓരോരോ സ്റ്റോപ്പുകളിലുള്ള പൂച്ച കേട്ടോ.